വലിയ രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ പണം സമ്പാദിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ജോലിഭാരം അനുഭവിക്കേണ്ടി വരുന്നത് നഴ്സുമാരാണ്. ആ നഴ്സുമാർക്ക് വേണ്ട രീതിയിലുള്ള അടിസ്ഥാന ശമ്പളം കൊടുക്കാനായിട്ട് ഈ മുതലാളിമാർ, ഈ മാനേജ്മെൻറ്റുകൾ തീരെ ശ്രമിക്കാത്ത സാഹചര്യത്തിലാണ് ഇന്ന് സമരവുമായി പുറപ്പെടേണ്ട ഒരു അവസ്ഥ നഴ്സുമാർക്ക് ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത്, നമ്മുടെ രാജ്യത്തിന് പുറത്തൊക്കെ വലിയ രീതിയിൽ ശമ്പളം ലഭിക്കുമ്പോൾ ന്യായമായ ഒരു ശമ്പളം പോലും, അവരുടെ ജോലിഭാരത്തിനനുസൃതമായിട്ടുള്ള ഒരു ശമ്പളം പോലും ഇന്ന് നഴ്സുമാർക്ക് കിട്ടാത്ത ഒരു സാഹചര്യമാണ്. 24 മണിക്കൂർ 3 ഷിഫ്റ്റുകളിലായിട്ട് ജോലി ചെയ്ത് വരുന്ന നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട ജീവനക്കാർക്ക് ലഭിക്കേണ്ട ഒരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങളോ ഒരു തരത്തിലുമുള്ള മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. എപ്പോൾ വേണമെങ്കിലും തൊഴിലിനെ സംബന്ധിച്ചിടത്തൊരു സുരക്ഷിതത്വമില്ലാത്തൊരു സാഹചര്യം, എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാവുന്ന ഒരവസ്ഥ, അവർക്ക് അവരുടെ PF, അവരുടെ ഗ്രാറ്റുവിറ്റി, അവർക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ, ഒരു തൊഴിലിടത്തിൽ ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങളൊന്നും ഇന്ന് നഴ്സുമാർക്ക് ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. തീർച്ചയായും അതിനൊക്കെ ഒരു മാറ്റം അനിവാര്യമാണ്. നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണ അവസരത്തിൽ അർപ്പിക്കുകയാണ്. 40,000 രൂപ എന്നുള്ളത് ന്യായമായൊരു ആവശ്യമാണ്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്നത്തെ വിലക്കയറ്റം, ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ലഭിക്കുന്ന ശമ്പളത്തിൽ അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് കഴിച്ചാൽ പിന്നെ വളരെ തുച്ഛമായ തുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഈ സമരത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും അവസരത്തിൽ അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ നേരുന്നു. നമസ്കാരം.